എന്തിനാ ഞാൻ അലീനയോട് ഇത്ര ക്രൂരത? എന്തോ എനിക്കിഷ്ടമല്ല. കുറെ റൂമേഴ്സ് ക്യാരി ചെയ്യുന്ന ഒരാളാണ് രാഹുൽ എന്നാണ് ഞാനോ പൊതുവെ പറയപ്പെടുന്നത്. ആരും അറിയാതെ ഒരു മൂലക്ക് ഇരിക്കുന്നേക്കാളും കുറച്ച് നമ്മളെ പറ്റി ആൾക്കാർ സംസാരിക്കട്ടെ. അങ്ങനെ കേട്ട് ഞെട്ടിപ്പോയ ഒരു റൂമർ എന്താണ് സ്വയം? ഞാൻ ഭയങ്കരമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന ആളാണെന്ന് ഉള്ള റൂമേഴ്സ്. അത് ഞാൻ എന്റെ ഫ്രണ്ടിനോടൊന്ന് ചോദിക്കട്ടെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഗോസിപ്പ് നമ്മുടെ അലീനയും മനുവും തമ്മില് റിയൽ ലൈഫിൽ ഇനി ഒരു അങ്ങനെ gossip ഇല്ല. അത് ഫ്രഷ് ആണ്. ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സ് പോലും അല്ല ആക്ച്വലി. സാധാരണ ഏറ്റവും ക്യൂട്ട് ജാൻവി. ഈയോടോ ഓ, നിന്നെയാണോ? രാഹുൽ. സെറ്റിലെ ഫാഷൻ ഐക്കൺ ഫാഷൻ കം ഓൺ. ഷൂ, 2 വാച്ച്, അനിയന്റെ ഷർട്ട് അല്ലേ? ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ലെഗസി ഉണ്ട് ഫിലിമിന്റെ. അപ്പോൾ ഇത്ര കുറച്ച് ടൈം ആയിട്ടല്ലേ ഉള്ളൂ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്. അപ്പോൾ എന്താ അത് ഡിലേ ആയത്, അല്ലെങ്കിൽ ഇതാണോ റൈറ്റ് ടൈം, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? സത്യത്തിൽ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. 7 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സീരിയല്, അതിനകത്തും അച്ഛൻ്റെ ഒക്കെ സഹോദരങ്ങളുടെയൊക്കെ ചെറുപ്പകാലം കാണിക്കുന്ന കൂട്ടത്തിൽ എന്നെയും കൂടി പിടിച്ചു നിർത്തിയിട്ടുണ്ട്. UKG പഠിക്കുന്നുണ്ട്. 2 വയസ്സ് മുതലേ ഞാൻ ഈ ഫീൽഡിലുണ്ട്. സൂപ്പർ സീരിയലാ. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ മാനറിസം എവിടെങ്കിലും ഒക്കെ ആക്ടിങ്ങിൽ വരുമ്പോ അച്ഛനെ ഉണ്ട്, കണ്ണ് എക്സാക്ട് നോട്ടാ. അപ്പൊ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അച്ഛനെ അനുകരിക്കുന്നുണ്ടോന്ന്. ഒന്ന് എൻ്റെ അച്ഛനാണ്, എനിക്ക് അനുകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നതിനകത്ത് എനിക്കൊരു വല്ലായ്മ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യാറില്ലേ കണ്ണ്, ഈ ഒരു ഭാഗം മാത്രം നോക്കി കറക്റ്റ്. അത് ആ ലുക്സിന്റെ മാത്രമല്ല, ചില ജസ്റ്റേഴ്സ്, ചില നോട്ടങ്ങൾ, തലയാട്ടുന്ന ചില രീതിയൊക്കെ പക്ക. പിന്നെ ഇപ്പൊ കണ്ണ് നേരത്തെ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ മേലേക്ക് പോയില്ലേ, കറക്റ്റ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ എല്ലാമായി മാറിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ദാ റീസെൻ്റ്ലി ജിയോ ഹോട്ട്സ്റ്റാറിലും റേറ്റിംഗിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന മഴതോറും മുൻപയിലെ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള വൈജയന്തി ആൻഡ് മനു. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ആളുകൾ കൂടുതലും അറിയുന്നത് അല്ലേ. വെൽക്കം വൈഷ്ണവി ആൻഡ് രാഹുൽ. താങ്ക് യു. രാഹുലിനെ മഴതോറും മുംബൈയിലേക്കാളും നമ്മളിവിടെ കാത്തിരുന്നു ഫൈനലി എത്തി. ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി, സോറി. പക്ഷെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ ലേറ്റ് ആയിട്ട് എത്തുന്നത്. ഞാൻ പറഞ്ഞു നിന്നെ കുറിച്ച് കുറെ പൊക്കി പറഞ്ഞായിരുന്നു. ട്രാഫിക് ഇപ്പൊ എല്ലാവരുടെയും വൈജയന്തി ആൻഡ് മനു ആയിട്ടാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. എങ്ങനെയുണ്ട് അങ്ങനെ ആയിട്ട് ഇപ്പോ? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസും റീച്ചും വളരെ കൂടുതലായിരുന്നു ഈ പ്രൊജക്ടിന്. അപ്പൊ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മഴതോറും മുൻപ് ഇപ്പം ഹോട്ട്സ്റ്റാറിലും 1 റേറ്റിംഗ് ആയിട്ട് മാറി. അതെ അതെ. എപ്പോഴെങ്കിലും ഇത്ര ഹിറ്റ് ആവുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്ന സമയത്ത്? ഇല്ല, ജോയ്സ് സാറിന്റെ പ്രോജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. പക്ഷെ ഇത്ര മാത്രം ആൾക്കാർ സ്വീകരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തില്ല. എന്തിനാ ഞാൻ അലീനയോട് ഇത്ര ക്രൂരത? എന്തോ എനിക്കിഷ്ടമല്ല. കുറച്ച് സ്നേഹം കൊടുത്താൽ പോരെ അതിന്? ഇനി കൊടുക്കാലോ. ഇത്രയും ദേഷ്യം വരുമ്പോഴല്ലേ ഇനി കൊടുക്കുന്ന സ്നേഹത്തിന് ആ ഒരു എഫക്ട് കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ആളുകൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന എങ്ങനെയെങ്കിലൊക്കെ ഒരു സ്ക്രിപ്റ്റ് ആ ഒരു രീതിയിലേക്ക് പോയെങ്കിൽ എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ ചോദിക്കാറുണ്ടോ എന്തിനാ ആ കുട്ടീനോട് ഇത്ര ദേഷ്യം? ഓ, ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കുക? അലീനോട് കുറച്ച് സ്നേഹം കാണിച്ചൂടെ? എന്തിനാണ്? എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിട്ടല്ല, വരുന്ന കണക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ഇങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? എന്നെ കാണുമ്പോൾ എന്തോ നെഗറ്റീവ് അല്ല, നമുക്ക് ഏതൊരു ക്യാരക്ടർ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ക്യാരക്ടർ വരുന്ന പോലെ നമ്മൾ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും നെഗറ്റീവ് ആണ് വരുന്നത്. എന്താ അതെനിക്ക് ആ നോട്ടത്തിന്റെ ഒരു പവർ, ആ ഒരു സംഭവമൊക്കെ ആയിരിക്കും. ആയതുകൊണ്ടാണോന്ന് അറിയില്ല. എങ്ങനെ
പ്രൊഫസർ ആയിരുന്നല്ലോ. ഇപ്പം പൊതുവെ ടീച്ചേഴ്സ് അങ്ങനെയാണല്ലോ. ഏയ് പ്രൊഫസർ ആയിരുന്നോ? അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. എന്തിനു വിചാരിച്ചു? സോറി, ഞാൻ അറിയില്ല. ഇപ്പൊ വന്നപ്പോ മുതലേ ഭയങ്കര ഇങ്ങനെ വെൽ ഡ്രസ്സപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോഴും നടക്കുന്നത്. അല്ല, നമ്മള് പൊതുവെ അങ്ങനെ വലിയ ഒരു കാഷ്വൽ നോർമൽ ഡ്രസ്സിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എന്ന് 2 വാച്ച് ഇത് ആക്ച്വലി വാച്ച് അല്ല കേട്ടോ. ഇത് കുറെ പേര് നമ്മുടെ കമന്റ്സിലും ചോദിക്കുന്ന ഒരു കാര്യമാണ് 2 വാച്ച് എന്താണ്. ഇത് ആക്ച്വലി ഒരു ഫിറ്റ്നസ് ബാൻഡ് ആണ്. ഇത് എത്ര നേരത്തെ ഇന്റർവ്യൂ ആ? അല്ല, ഇതിനെ കുറിച്ച് പറയാൻ അത് ആക്ച്വലി ഞാൻ ഇതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ കട്ടയില്ല. അത് ഫിറ്റ്നസ് ബാൻഡ് ആണ്. അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയേക്കുന്നതാണ്. അത് വാച്ച് അല്ല. അത് എല്ലാവരോടുമായിട്ട് ഒന്ന് ക്ലിയർ ചെയ്തേക്കുന്നു. അതായത് ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ആണ്. അല്ലായിരുന്നു, അല്ല പണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക് വന്നു. പിന്നെ സ്ക്രീനിൽ എന്റെ ആ ഒരു ഫിറ്റ്നസ് ഇല്ലായ്മ കണ്ടു തുടങ്ങിയപ്പോ എനിക്ക് ആ തിരിച്ചറിവ് വീണ്ടും വന്നു. ഇപ്പൊ 2 മാസമായിട്ട് ജസ്റ്റ് തുടങ്ങി സ്റ്റെപ്പ് 1 അങ്ങനെ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഈ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് മാറിയല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് പോകുന്നൊരു പേടിയുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. കാരണം ഇതിനകത്ത് അങ്ങനെ റൊമാൻറ്റിക് ഹീറോ അല്ല. എന്നാലും കഴിഞ്ഞ പ്രൊജക്റ്റിൽ ആ ഒരു റൊമാൻസ് ഫോക്കസ്ഡ് ആയിരുന്നെങ്കിൽ പോലും ഇതിൽ നേരെ തിരിച്ചാണ് വന്നത്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു കാര്യം. കാരണം ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റി. ഇപ്പൊ ഇതിലും അതേ പാറ്റേൺ ആയിരുന്നെങ്കിൽ മേ ബി ഞാൻ അത്ര എൻജോയ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആക്ച്വലി വളരെ സെറ്റിൽ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ഇതുപോലൊക്കെ ഉള്ളു ഭയങ്കര ഒരു നെഗറ്റീവ് ഷെയ്ഡ്, പവർഫുൾ ആയിട്ടുള്ള ഒരു നോട്ടം കൊണ്ടൊക്കെ നമ്മളെ പേടിപ്പിച്ചിരുന്നത്. തീർച്ചയായിട്ടും നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ്. അപ്പൊ നല്ലൊരു ക്യാരക്ടർ നെഗറ്റീവ് ഷെയ്ഡ് വന്നാൽ തീർച്ചയായിട്ടും അത്, കാരണം അത് നിസ്സാര കാര്യമല്ല അത് പുൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതൊരു ചലഞ്ചാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. വരട്ടെ. മഴതോരും മുംബൈയില് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ. അങ്ങനെ നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹത്തിന്റെ രീതിയിൽ ഈ അടുത്തെങ്ങാനും ആ സ്ക്രിപ്റ്റ് പോകാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ടോ? ഈ നോവല് മിക്കവർക്കും അറിയാൻ പറ്റി. ഞങ്ങളെക്കാട്ടിയും കൂടുതൽ നോവല് പ്രേക്ഷകർക്ക് അറിയാം. പക്ഷെ സീരിയൽ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു കുഞ്ഞൊരു വലിച്ചു നീട്ടം ഉണ്ട് കഥയിൽ. മീൻ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോവാതെ സീരിയലിൻ്റെതായ കുറച്ച് മേക്ക് ഓവേഴ്സ് സ്റ്റോറിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിന്റെ മാറ്റങ്ങൾ വരുത്തണം. ആ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ. എന്നാലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. ബേസ് എനിക്ക് തോന്നുന്നു നോവൽ പോലെ തന്നെ എക്സാക്ട്ലി അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നത്. പോവും. ഇപ്പം നിങ്ങള് ഇപ്പം ചേട്ടന്റെ മോനല്ലേ അല്ലേ സീരിയൽ വൈജയന്തിയുടെ ചേട്ടന്റെ മോനാണോ? പക്ഷെ എന്നാലും ഇപ്പൊ നിങ്ങള് ഓഫ് ക്യാമറയിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര പുള്ളി ഭയങ്കര കോമഡിയാണ്. നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? ഞങ്ങളായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പോകും. പക്ഷെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമാശ കളിച്ചിരിക്കാറില്ല, ടു ബി ഓണസ്റ്റ്. കറക്റ്റ് നമ്മള് അതിന് മുമ്പ് വരെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് സെറ്റിൽ എല്ലാവരും പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മള് ഒരു സീൻ എടുക്കുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ചിരി വരിക അങ്ങനെ സംഭവം ഇതുവരെ നമ്മുടെ സെറ്റിൽ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ അതിന് മുമ്പ് തമാശ പറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഡയലോഗ് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആൾക്ക് ചിരി വരിക, അതുകൊണ്ട് കട്ട് പറയുക, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. എല്ലാവരും അതിനെ വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി ഉണ്ടല്ലോ. ഇപ്പം ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ലെഗസി ഉണ്ട് ഫിലിമിന്റെ. അപ്പോൾ ഇത്ര കുറച്ച് ടൈം ആയിട്ടല്ലേ ഉള്ളൂ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്. അപ്പോൾ എന്താ അത് ഡിലേ ആയത്, അല്ലെങ്കിൽ ഇതാണോ റൈറ്റ് ടൈം, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? സത്യത്തിൽ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്ന് കയറിയ ഒരാളാണ്. ഞാൻ ആദ്യം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ദുബായിൽ വർക്ക് ചെയ്തു. പിന്നെ കോവിഡ് ടൈമിന് നാട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു ഓഫർ വന്നപ്പോൾ അങ്ങനെ കയറിയതാണ്. പക്ഷെ ഇത്ര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളെ കയ്യെത്തും ദൂരത്തിലും ഒരു നെഗറ്റീവ്, പക്ഷെ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ? അപ്പൊ വല്ലാണ്ട് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ. പക്ഷേ സത്യത്തിൽ അത്ര ഏജ് ഇല്ല. ഇത് ഈ സീരിയലും കുറച്ചും കൂടി സ്വന്തം ഏജിനേക്കാൾ കുറച്ചുകൂടി ഏജ്ഡ് അല്ലേ? ഏജ്ഡ് ആണ്. 4 മക്കളുടെ അമ്മയാണ് ഞാൻ. അപ്പൊ അതെന്താ ആ ഒരു ഏജ് കാറ്റഗറി? സത്യത്തില് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഫിസിക്ക് വെച്ചിട്ടാണ് ഒരാളുടെ ക്യാരക്ടർ കൂടുതലും സെലക്റ്റീവായിട്ട് കൊടുക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ കുറച്ച് ചബ്ബിയാണല്ലോ, അതുകൊണ്ടായിരിക്കും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നിരിക്കുന്നത്. പേഴ്സണലി ഏതാ ഇഷ്ടം? എങ്ങനത്തെ ക്യാരക്ടേഴ്സാ കുറച്ചുകൂടി ഇഷ്ടം? ഏത് ടൈപ്പ് ക്യാരക്ടർ ആണെങ്കിലും ചെയ്യാൻ ഇഷ്ടമാണ്. അത് പ്രേക്ഷകരിലേക്ക് അത് എത്തണം. അതാണല്ലോ നമുക്കുള്ള ചലഞ്ച്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കോമഡി ആണെങ്കിലും അത് പ്രേക്ഷകർ സ്വീകരിക്കണം. ഏതാണെങ്കിലും ചെയ്യാൻ നമ്മൾ റെഡിയാണ്, നമ്മുടെ മാക്സിമം കൊടുക്കാൻ റെഡിയാണ്.
ഓക്കെ, ഈ മനുവായിട്ട് ഇപ്പൊ നിൽക്കുന്ന സമയത്താണെങ്കിലും നേരത്തെ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും ആളുകളുടെ മനസ്സിൽ ഒരുപാട് തങ്ങി നിൽക്കുന്നുണ്ട്, അറിയാം. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏത് പേരിലാണ് ആളുകൾ വിളിക്കുന്നത്? എന്തായാലും സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിയൽ നെയിംസിനേക്കാൾ കൂടുതൽ കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരായിരിക്കും പെട്ടെന്ന്. പക്ഷെ എന്റെ കാര്യത്തിൽ അത് മിക്സപ്പ് ചെയ്താട്ടോ. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ആക്സസ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഇപ്പൊ പകുതി പേരും രാഹുൽ എന്നുള്ള പേരിൽ തന്നെയാണ് വിളിക്കുന്നത്. കുറച്ച് അത് ആ സോഷ്യൽ മീഡിയ ആക്സസ് ഇല്ലാത്തവരായിരിക്കാം ഈ ക്യാരക്ടർ നെയിം വെച്ച് വിളിക്കുന്നത്. ഇപ്പൊ എല്ലാവരും മിക്സ് ചെയ്തിട്ടാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ നെയിം മാത്രമാണ് യൂഷ്വലി അങ്ങനെ എല്ലാവരും വിളിക്കുക പുറത്തൊക്കെ ആണെങ്കിലും. ഇപ്പൊ അത് നമ്മുടെ പേരും അറിയാം ആൾക്കാർക്ക് അങ്ങനെ. എന്നാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ക്യാരക്ടർ നെയിമിൽ വരുന്നത് ഏത് പേരായിരിക്കും? ഒബ്വിയസ്ലി മനു എന്നുള്ള ഇപ്പൊ മനുവിനാണല്ലോ ഇഷ്ടം. പക്ഷെ മനു ശരിക്കും കോഴികളുടെ പേര്. അല്ലാതെ എന്റെ പേരല്ലല്ലോ. അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഈ എന്തൊക്കെ ഭയങ്കര കുറെ റൂമേഴ്സ് ക്യാരി ചെയ്യുന്ന ഒരാളാണ് രാഹുൽ എന്നാണ് ഞാനോ പൊതുവെ പറയപ്പെടുന്നത്. റൂമേഴ്സ് അങ്ങനെ അത് ഞാനാണല്ലോ പറയേണ്ടത്. ഇല്ല, ഞാൻ ഈ പ്രോജക്റ്റിൽ വരുന്നതിന് മുമ്പ് സത്യത്തിൽ ഞാൻ കാതോട് ഞാൻ കുറച്ച് സീൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ. അത്രയും ഒരു റൊമാൻറ്റിക് സീൻസ് കാണാനായിട്ട് എനിക്ക് സീരിയലിൽ ഫീൽ ചെയ്തില്ല. ഫിലിമിൽ നമ്മൾ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിയുടെ കൂടെ ഇത്രയും പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ആദ്യമേ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്ക് പരിചയമുള്ള 1-2 പേരെടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒന്ന് സൂക്ഷിച്ചാണ് കേട്ടോ, ആളിച്ചിരി പ്രശ്നമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സീരിയസ് ആയിട്ടും, ഞാൻ പറഞ്ഞു ദൈവമേ ഇവരോട് നായകനല്ലേ, ഒബ്വിയസ്ലി നമുക്ക് സീൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് വളരെ നല്ലൊരു പയ്യനാണ്. ഞങ്ങളും അത് എക്സ്പെക്ട് ചെയ്തു പിന്നെ എന്താണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ ചില ആൾക്കാരുടെ ഔട്ട്ലുക്കും അവരുടെ ഒരു എന്താ പറയാ ഒരു എനർജി വെച്ചിട്ട് ആൾക്കാർ പലതും പറയും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ആരും അറിയാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നേക്കാളും കുറച്ച് നമ്മളെ പറ്റി ആൾക്കാർ സംസാരിക്കട്ടെ. മനസ്സിലായില്ലേ? നമ്മുടെ സർക്കിളിലുള്ളവർക്ക് അറിയാം ഞാൻ ആരാണ്, ഞാൻ എന്താന്ന് എന്റെ വെരി ക്ലോസ് സർക്കിളുള്ളവർക്ക് അറിയാം. ഇല്ല എനിക്ക് ചുറ്റും എനിക്ക് അറിയാവുന്നവർക്ക് അറിയാം. അവരെ മാത്രം ബോധിപ്പിക്കേണ്ട കാര്യമാണല്ലോ നമുക്കുള്ളൂ. പറയട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മളെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യല്ലേ, ആൾക്കാരിലേക്ക് എത്തല്ലേ. എന്ന് പറഞ്ഞാൽ എനിക്കധികം വേണ്ട. ഞാൻ അല്ല പ്രൊമോഷൻ ഇഷ്ടമല്ല. റൂമേഴ്സാ കുഴപ്പമില്ല, നല്ല ഹെൽത്തി റൂമേഴ്സ് ആണെങ്കിൽ നമുക്ക് വലിയ വിഷയമില്ല. എനിക്ക് ഹെൽത്തി അല്ലെങ്കിൽ ഞാൻ പലതും കേൾക്കാറുണ്ട്, പലതും ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ എനിക്കതൊന്നും എന്നെ ബാധിക്കാറേ ഇല്ല. അത് കേൾക്കുമ്പോ ആണോ ഓ വെൽ ആയിക്കോട്ടെ അങ്ങനെ വിചാരിക്കാറുള്ളൂ. അല്ലാണ്ട് അയ്യോ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മൾ കൺസേൺ ആവാറേ ഇല്ല. പറയട്ടെ, ആൾക്കാർ പറയട്ടെ. അങ്ങനെ കേട്ട് ഞെട്ടിപ്പോയ ഒരു റൂമർ എന്താണ് സ്വയം? എല്ലാം അല്ല എന്നാലും കൂടുതലും എന്താ ഇത് അങ്ങനെയൊക്കെ തോന്നില്ലേ? ഞാൻ ഭയങ്കരമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന ആളാണെന്ന് ഉള്ള റൂമേഴ്സ്. അത് ഞാൻ എന്റെ ഫ്രണ്ടിനോടൊന്ന് ചോദിക്കട്ടെ. എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാന്ന് ഞാൻ ചോദിക്കാം. അല്ല അങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഈ ഫ്ലേർട്ടിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാത്ത ആൾക്കാരാണ്. മേ ബി അതായിരിക്കും. കുറച്ചു നേരം നമ്മള് ഇപ്പൊ ഒരാൾ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചാൽ അത് ഈ ഫ്ലേർട്ടിംഗ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് അറിയാത്ത കുറെ പേരുണ്ടാവാം. അവരായിരിക്കും ഓ അവൻ അങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത്. പറയട്ടെ. അതെ, പക്ഷെ ഫ്ലേർട്ടിംഗ് അല്ല. ചെയ്യാറൊന്നുമില്ല. പറയുന്നവര് പറയട്ടെ, ഹ്യൂമൻ അല്ലേ നമ്മളെല്ലാം. സത്യം. ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഗോസിപ്പ് നമ്മുടെ അലീനയും മനുവും തമ്മില് റിയൽ ലൈഫിൽ ഇനി ഒരു ഉണ്ടാക്കാലോ. അങ്ങനെയൊക്കെ കേട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും? അല്ല എന്നാലും ശരിക്കും ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സ് പോലും അല്ല ആക്ച്വലി. സാധാരണ അങ്ങനെയല്ല. സാധാരണ ഒരു പ്രൊജക്റ്റില് നായികയും നായകനും അത്യാവശ്യം ഫ്രണ്ട്സ് ആയിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ സീനോ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ വെരി കൊളീഗ്സ്, ബേസിക് കൊളീഗ്സ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് മേലെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇപ്പൊ ഞാനും വൈഷ്ണവിയായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ പോലും ആ കുട്ടിയായിട്ട് ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ ആരും പറയാൻ തന്നെ അവർക്ക് അത് ചലഞ്ചിങ് ആയിരിക്കും. അങ്ങനെ റൂമർ ഉണ്ടാക്കാൻ തന്നെ ചലഞ്ചിങ് ആയിരിക്കും. ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കില്ലേ മിടുക്കി. കൊള്ളാം. ഈ നമ്മൾ പൊതുവെ സീരിയൽസിൽ ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യുമ്പോൾ അങ്ങനെ പണ്ടൊക്കെ ഇപ്പം എൻ്റെ മാനസൂത്രയൊക്കെ ഇറങ്ങിയ സമയത്ത് അർച്ചന സുശീലൻ പുറത്തിറങ്ങുന്ന സമയത്ത് അമ്മമാരൊക്കെ വന്ന് കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ?
അത്രമാത്രം ദേഷ്യത്തിലല്ല, എന്നാൽ പോലും സീരിയസ് ആയിട്ട് വന്ന് നമ്മുടെ അടുത്ത് പറയാറുണ്ട്, എന്തിനാണ് ഈ കുട്ടികളുടെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു ദേഷ്യം കാണിക്കുന്നത്. ചിലവർക്ക് മനസ്സിലാവും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ആക്സസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, റിയൽ ലൈഫും ആക്ടിങ്ങും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും. എന്നാലും ചില അമ്മമാരൊക്കെ വന്ന് സംസാരിക്കാറുണ്ട്. ഒരു പോയിന്റ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ട്. അതായത് ഇതില് സാധാരണ കാണുന്ന സീരിയലിനേക്കാളും നെഗറ്റീവ് കഥാപാത്രങ്ങൾക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട് ഇതിൽ. കാരണം ആൾക്കാര് അവരില്ലെങ്കിൽ ഒരു രസമില്ല. സാധാരണ നമ്മൾ പറയും ഇവര് വേണ്ട, ഇവരുടെ സീൻ വേണ്ട, കാണണ്ടെന്ന് പറയും. പക്ഷെ ഇത് അവരില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പൊ വൈജയന്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ നെഗറ്റീവ് അല്ല, ക്യാരക്ടറിന്റെ ആർക്ക് അങ്ങനെയാണെന്നേ ഉള്ളൂ. അല്ലാണ്ട് പ്രോപ്പർ നെഗറ്റീവ് ആയിട്ടുള്ള ഇപ്പൊ എന്റെ അനിയനായിട്ട് ചെയ്യുന്ന കഥാപാത്രം പ്രോപ്പർ നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ അവന് ഭയങ്കര ഫാൻസ് ആണ്. അവനില്ലെങ്കിൽ ആൾക്കാർ അവനും കൂടി വന്നാലേ ഒരു രസമുള്ളൂ അങ്ങനെ പറയുന്ന രീതിക്കാണ് നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഇതിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ. ഈ കോസ്റ്റ്യൂം സീരിയൽസിൽ നമ്മൾ തന്നെയാണല്ലോ കോസ്റ്റ്യൂം എടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ എത്ര അലമാര നിറയെ വസ്ത്രങ്ങൾ? എനിക്ക് അങ്ങനെ ഇല്ല, കാരണം വല്ലപ്പോഴും അല്ല, എനിക്ക് അങ്ങനെ അല്ലല്ല കമ്പാരിറ്റീവ്ലി എല്ലാം കൊള്ളാം. കമ്പാരിറ്റീവ്ലി അങ്ങനെ അധികം ഡേറ്റ്സ് എനിക്ക് ഇതിലില്ല. കാരണം എന്റെ ക്യാരക്ടർ തന്നെ നോവലില് ഒരു ഗസ്റ്റ് ക്യാരക്ടർ ആണ്. എന്റെ നായകൻ ആണ്, പക്ഷെ അപ്പിയറൻസ് വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ അറിയാം. കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീക്വൻസിൽ അലീനെ ഹെൽപ്പ് ചെയ്യാനും അലീനയ്ക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കാനും വേണ്ടി വരുന്ന ഒരു ക്യാരക്ടറാണ് മനുശങ്കർ നോവലില്. പക്ഷെ സീരിയലിൽ നമുക്ക് നായകനും നായികയ്ക്കും അത്രമാത്രം പ്രാധാന്യം ഉള്ളത് കൊണ്ട് ഈ നേരത്തെ അതാണ് ഞാൻ പറഞ്ഞത്, സീരിയലിന്റേതായ മാറ്റങ്ങൾ കഥയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ എന്റെ തന്നെ ഔട്ട്ഫിറ്റ്സ് ആണ്, അല്ല ഇതിന് വേണ്ടി അങ്ങനെ മേടിക്കുക അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ തന്നെ എന്റെ തന്നെ ഔട്ട്ഫിറ്റ്സ് എന്ന് വെച്ചാൽ ഇതിന് മാച്ച്, ഈ ക്യാരക്ടറും എന്റെ ഓൾറെഡി ഉള്ള ഔട്ട്ഫിറ്റും തമ്മിൽ ഏകദേശം ഒരു മാച്ചിങ് ഉള്ളതുകൊണ്ട് എനിക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ വേണമെങ്കിൽ എനിക്ക് ഇത് ചെയ്യേണ്ടില്ല, അല്ല അത് എനിക്ക് നാളെ വേണമെങ്കിൽ പ്രൊജക്റ്റിൽ ഇടാം, കുഴപ്പമില്ല. അത് വലിയൊരു വ്യത്യാസം വരില്ല. അങ്ങനെ എനിക്ക് അതിനുവേണ്ടി അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട വന്നിട്ടില്ല. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാരീസ് ഉണ്ട്. സാരീസ് ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്ന ആളല്ല. സീരിയൽസിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നമുക്ക് ഉള്ള ഏജിൽ നിന്നും ക്യാരക്ടറിന്റെ ഏജ് കൂടുതലായതുകൊണ്ട് അതനുസരിച്ചുള്ള സാരീസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഇങ്ങനെ ഷോപ്പിംഗ് പരിപാടീസ് ഒക്കെ വേറെ സ്ഥലത്ത് പോയിട്ടാണോ പർച്ചേസ് ചെയ്യുന്നതൊക്കെ? ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വഴിക്ക് ഏതെങ്കിലും ഷോപ്പിൽ നമ്മുടെ ക്യാരക്ടറിന് പറ്റുന്ന കോസ്റ്റ്യൂം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി ചിലപ്പോൾ പർച്ചേസ് ചെയ്യും. ഓൺലൈൻ ആയിരിക്കും നമ്മൾ കൂടുതലും നോക്കുന്നത്. യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ആക്റ്റീവ് ആണ്, പക്ഷെ എന്നാലും ചോദിക്കുകയാണ്, ഇതൊന്നും അല്ലാണ്ട് നമ്മളൊന്നും കാണാത്തൊരു വൈഷ്ണവി എങ്ങനെയാണ്? ഭയങ്കര ദേഷ്യക്കാരി കർക്കശക്കാരിയാണോ അല്ലെങ്കിൽ സ്വീറ്റ് ആണോ? അത് ഡിപ്പെൻസ്. എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഇല്ല, ഞാൻ പൊതുവെ ആർക്കും വലിയ ശല്യം ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലെന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, അതിനകത്ത് ആക്റ്റീവ് അല്ല എന്നുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അയ്യോ ഇനി എന്ത് ചെയ്യും, മൊബൈൽ കയ്യിലില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് തിങ്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ബുക്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പോകും. ഇല്ല, ഒറ്റയ്ക്ക് വെറുതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നോക്കിയിരിക്കാനാണെങ്കിൽ ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് വെറുതെ എന്നെ ചൊറിയാൻ വരരുത് എന്ന് മാത്രമേ ഉള്ളൂ. വൈഷ്ണവി ആക്ച്വലി വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരാളാണ്. ഞാൻ ഈ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ടതും കമ്പനി ആയതും വൈഷ്ണവി ആയിട്ടാണ്. അപ്പൊ ആ ഒരു പക്ഷെ എല്ലാവരുമായിട്ട് ഓടി നടന്ന കമ്പനിയാണ് ടൈപ്പ് അല്ല. പക്ഷെ ആ ഒരു റൈറ്റ് വൈബ് റൈറ്റ് എനർജി വന്നാൽ നന്നായിട്ട് സംസാരിച്ച് കംഫർട്ടബിൾ സോൺ ഉണ്ട്. അതാണെങ്കിൽ ഞാൻ അവിടെ ഫുൾ ഫ്ലഷ്ഡ് ആയിട്ട് ഞാൻ നിൽക്കും. ഓക്കെ, എങ്ങനെ ഇപ്പോ സീരിയൽസ് എന്തായാലും സിനിമ ആണല്ലോ മെയിൻ ലക്ഷ്യം. തീർച്ചയായും. അപ്പം എങ്ങനെ ഈ സീരിയലിലേക്കുള്ളൊരു എൻട്രി ഒക്കെ? എൻട്രി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ ബിസിനസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഫാമിലി ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് മഹാരാഷ്ട്രയിലേക്ക് മൂവ് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എനിക്ക് ചൂസ് ചെയ്യേണ്ട വന്നു. ഒന്നുമില്ലെങ്കിൽ അത് മൂവ് ചെയ്യണം മഹാരാഷ്ട്രയിലേക്ക്, അല്ലെങ്കിൽ ആക്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും നമുക്ക് ഫിനാൻഷ്യലി ഒരു ബെനിഫിറ്റ് ഉള്ള എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അങ്ങനെ സിനിമ നമുക്ക് എടുത്തു വെച്ചേക്കുമല്ല, സീരിയൽ എടുത്തു വെച്ചേക്കുമല്ലായിരുന്നു. പക്ഷെ ആ റൈറ്റ് ടൈമിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഏഷ്യാനെറ്റിൽ നിന്ന് ഇങ്ങനെ കോൾ വന്നപ്പോൾ ഞാൻ ഇത് ചൂസ് ചെയ്തു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഈ സീരിയൽ ചെയ്യുന്ന സമയത്ത് എന്തായാലും കുറച്ചധികം നാള് നിൽക്കുന്നുണ്ടല്ലോ സീരിയൽസ്. അപ്പൊ ആ സമയത്ത് വേറെ പ്രൊജക്ട്സിൽ നിന്നൊക്കെ കോൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഈ ലീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് വേറൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സീരിയൽസ് കമ്മിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബട്ട് നമ്മുടെ പ്രോജക്റ്റിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം ക്യാരക്ടേഴ്സ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. അതർ ലാംഗ്വേജ് നമുക്ക് ചെയ്യാം. മലയാളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്.
പിന്നെ സത്യത്തിൽ ഇപ്പൊ ഞങ്ങള് അങ്ങനെ ഒരു കാര്യം തിങ്ക് ചെയ്തില്ല ഇതുവരെ. കാര്യം ഈ ഒരു ക്യാരക്ടറും പ്രോജക്റ്റും ഒക്കെ ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് അതുമായിട്ട് അങ്ങനെ പോകും. പോകുന്നു. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ ഭയങ്കര ഗ്ലോ ആയിട്ട് നിൽക്കുന്നു. ഇപ്പം രാഹുൽ ഇപ്പൊ ഭയങ്കര ഭയങ്കര ഇപ്പൊ നല്ല ഒരു ചെറിയൊരു സ്റ്റാർഡ് ഉണ്ടല്ലോ, ഒരു സ്റ്റാർ ആണല്ലോ. അങ്ങനെ ഗ്ലോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഒരു ഹാർഡ് മൊമെന്റിലൂടെ കടന്നുപോയ കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായില്ലേ? അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് കുറെ ബുള്ളിങ് ഒക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് സ്കൂൾ ലൈഫിൽ. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ ഇത് പ്രതീക്ഷിച്ചു. എല്ലാരും ഇത് ലോക ചാനൽ ഇത് ഞാൻ പ്രതീക്ഷിച്ചു. ഇത് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്തത് അല്ല, അത് എന്റെ ക്യാരക്ടർ ഫോർമേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ക്യാരക്ടർ ഫോർമേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ കുറെ സിറ്റുവേഷനിൽ കടന്നു പോയതുകൊണ്ടാണ് ഇപ്പൊ ഉള്ള പല ഒരു തോട്ട് പ്രോസസ്സ് എനിക്ക് വന്നത്. അങ്ങനെ സിറ്റുവേഷനിൽ കടന്നു പോയതുകൊണ്ടാണ്. നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ഒരു ബെസ്റ്റ് ഒരു തോട്ട് പ്രോസസ് ചേഞ്ച് ആയത് എന്തിനെ കുറിച്ചായിരിക്കും? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർ എന്ത് പറയുന്നു ചിന്തിക്കുന്നു എന്നുള്ള ഒരു കൺസേൺ പണ്ട് എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് വെച്ചു, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ പെട്ടെന്ന് എന്തോ റെസ്പോണ്ട് ചെയ്യണ്ടേ മെസ്സേജ് എന്തോ അയച്ചിട്ട്, അപ്പൊ ഞാൻ ഭയങ്കര ഇങ്ങനെ കൺസേൺ ആവും. അയ്യോ മസ്താനി എന്തായിരിക്കും മെസ്സേജ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാണോ? കാരണം ഞാനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഭയങ്കര അങ്ങനെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും ആ സമയത്ത്. ഇപ്പൊ എനിക്ക് അതൊന്നും ഇല്ല. ഞാൻ എന്റെ ഭാഗം കറക്റ്റ് ആണ്, 100% ആണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ. ഞാൻ ഒരു പ്രാവശ്യം, നമ്മൾ അത്ര ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു പ്രാവശ്യം അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ നോക്കും. എന്നിട്ടും ഇല്ലെങ്കിൽ ആയിക്കോട്ടെ എന്ന് വയ്ക്കാനുള്ള അത്രയും ലെറ്റ് ഗോ എന്ന് പറഞ്ഞ അതൊരു ഭയങ്കര പവറാണ്. അതെനിക്ക് വളരെ നന്നായിട്ടുണ്ട്. അത് ഫേസിൽ എത്താൻ കുറച്ച് പാടാണ്, എത്താൻ ഭയങ്കര പാടാണ്. അത് അധികം കടന്നു പോയാലേ നമ്മൾ എത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. അധികം കടന്നു പോകണം. അപ്പൊ അതെനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാരും ബുള്ളി ചെയ്യപ്പെടണം എന്നല്ല, അതൊരു ചീത്ത സംഭവം തന്നെയായിരുന്നു. പക്ഷെ അത് അങ്ങനെ ആ സംഭവം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇപ്പൊ ഉള്ള ഈ കുറെ സംഭവങ്ങൾ എനിക്ക് കിട്ടിയത്. അത് വൺ ഓഫ് ദി മെയിൻ ലെസണിൽ ഒരെണ്ണമാണ് ലേൺ ടു ലെറ്റ് ഗോ എന്നുള്ള കാര്യം. ആവശ്യമില്ലാത്ത തലേ കയറ്റി ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല, വിട്ടുകളയാ. അത് വലിയൊരു എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബുള്ളിങ് അല്ല, ശരി. ഇപ്പൊ ഓൾറെഡി പ്രൊഫസർ ആണെന്ന് ഇപ്പോഴാണല്ലോ അറിയുന്നത്. പക്ഷെ ഇപ്പോ തിരിഞ്ഞ് വേണ്ട, നേരെ നോക്കി ആലോചിക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു പ്രൊഫസറിന് ഒരു മാനറിസം അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ടീച്ചറായിട്ടൊക്കെ ഏതെങ്കിലും മൊമെന്റിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ പ്രൊഫസർ ആയിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇപ്പൊ ആലോചിക്കുന്നത് അങ്ങനെ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക്. പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ അത് കേട്ടതിന് ശേഷം ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ വഴക്കൊക്കെ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. അല്ല അങ്ങനെയല്ല, ആ ഒരു ക്വാളിറ്റി ഉള്ളവർക്കാണ് അങ്ങനെ നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ താഴെ നിൽക്കുന്ന കണ്ടപ്പോ തന്നെ എനിക്ക് ഒരു ടീച്ചർ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്ത്. ഈ സ്റ്റുഡൻസ് ഒക്കെ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് സീരിയൽസ് ഒക്കെ കണ്ടിട്ട്? ചെയ്യാറുണ്ട്. എന്താ പറയാ? അല്ല, സത്യത്തില് ഞാൻ അവിടെ ക്ലാസ്സിൽ നിന്ന് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത ഒരു രീതി വെച്ചിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വന്ന് കയറുന്നു, ഇത്ര എന്താ പറയുക ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഞാൻ ചെയ്യുന്നൊന്നും അവര് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് സത്യത്തില് സ്റ്റുഡൻസ് കുറച്ചു പേര് കേട്ടോ, ഒരുപാട് പേരൊന്നുമില്ല, പക്ഷെ അവര് ഓക്കെ അവരെനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. എക്സ്പെക്ട് ചെയ്തില്ല മാം ഈ ഒരു ഫീൽഡിൽ വരും എന്നുള്ളതും ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഇത്രയും അഭിനയിക്കാൻ മാമിന് പറ്റും എന്നുള്ളതും ഒക്കെ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഇപ്പം നമ്മളെ ഏതോ ക്യാരക്ടർ ഇപ്പൊ സീരിയൽ ഇത്രയും ദിവസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേ നാളുകൾ ഓരോ ക്യാരക്ടർ ആ ഒരു സെയിം ഇമോഷനിൽ നിൽക്കുവാണല്ലോ. ഈവൻ തോ കട്ട് പറഞ്ഞാലും പിന്നെ അടുത്ത സീൻ എടുക്കുമ്പോൾ ഈ സെയിം ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ ഫുൾ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ്, പാവാണെങ്കിൽ ആ ഒരു പാവം. അപ്പൊ എപ്പോഴെങ്കിലും അത് ക്യാരക്ടർ നമ്മുടെ സ്വന്തം ക്യാരക്ടറിലേക്ക് മാറിപ്പോയിട്ടുണ്ടോ? എനിക്കില്ല. അങ്ങനെയാണല്ലോ. ഇല്ല, അങ്ങനെയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് റിയൽ ലൈഫിലേക്ക് എടുത്തിട്ടില്ല? ഇല്ല, അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഇല്ല. ഇപ്പം ആക്ടിങ്ങും റിയൽ ലൈഫും തമ്മിൽ മാറിപ്പോയില്ലേ? അങ്ങനെയില്ല. ഈ ഇപ്പം ഫാമിലി പരമായിട്ട് അമ്മയും നാടകങ്ങൾ ചെയ്യുന്നുണ്ട്, അച്ഛനും മുത്തശ്ശനും ഒക്കെ ഒരു ഫുൾ സിനിമ ലെഗസി കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ ആക്ടിങ് എപ്പോഴെങ്കിലൊക്കെ? അച്ഛനും അമ്മയുടെ അനിയത്തി ആർട്ടിസ്റ്റാണ്. കുഞ്ഞമ്മ എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തിന് മേളിലും കണ്ട് നാടകത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് കുഞ്ഞമ്മ സീരിയലിൽ വന്നു, കുറച്ച് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
ഇവരൊക്കെ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ഐ മീൻ എല്ലാവരും അച്ഛന്റെ ഫാമിലിയെ കുറിച്ചാണ് കൂടുതലും പറയാറുള്ളത്. അമ്മയുടെ ഫാമിലിയെ പറ്റിയിട്ട് അധികം. അമ്മ പാട്ടുകാരിയാണ്, അമ്മ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ അനിയത്തി, പിന്നെ അമ്മയുടെ മുത്തച്ഛൻ കഥകളി നടനായിരുന്നു. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, ഹരിപ്പാട്ട് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് രണ്ട് ഫാമിലിയിൽ നിന്നും ഒരു കലാപരമായിട്ട് ആർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഇൻസ്പിറേഷൻ വരുമല്ലോ. കാര്യം ആർട്ടിനെ അത്രമാത്രം കലാ കുടുംബമായിട്ട് അത്രയും കഴിവുകളുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഉള്ളൊരു ഇൻസ്പിറേഷൻ അതുണ്ട്. പിന്നെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ ഒക്കെ അഭിനയമാണ് നമുക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളത്. അതൊക്കെ കാണുമ്പോൾ നേരത്തെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ ഇവരൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, എങ്ങനെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇവർക്ക് എങ്ങനെ പറ്റുന്നു എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഈ ഒരു ഫീൽഡിൽ വരും, അതുകൊണ്ട് അത് അങ്ങനെ നമുക്ക് ചെയ്യണം എന്നൊന്നും തിങ്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടോ? ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, അച്ഛന്റെ മാനറിസം എവിടെങ്കിലും ഒക്കെ ആക്ടിങ്ങിൽ വരുമ്പോ അച്ഛനെ കണ്ണ് നോട്ടാ. അപ്പൊ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അച്ഛനെ അനുകരിക്കുന്നുണ്ടോന്ന്. ഒന്ന് എൻ്റെ അച്ഛനാണ്, എനിക്ക് അനുകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തിങ്ക് ചെയ്തിട്ട് പുള്ളിയെ കണക്ക് അഭിനയിക്കാമെന്നൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ സീരിയലില് സിനിമയിലെ കണക്ക് ഇത്രയും റിഹേഴ്സൽസ് കൊടുത്ത് നമ്മള് ഡയലോഗ്സ് കാണാപ്പാടം പഠിച്ച് അങ്ങനല്ല പറയുന്നത്. ചിലപ്പം ആ സമയത്തായിരിക്കും നമുക്ക് സീൻ കയ്യിൽ കിട്ടിയിട്ട് എടുത്തു പോവാം എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ആ സമയത്തൊക്കെ അച്ഛൻ ഈ നോട്ട് അവിടെ കൊടുത്തതെന്ന് ഇവിടെ എടുത്തിട്ട് കളയാനോ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അവരൊക്കെ ലെജൻസ് ആണ്, അവരൊക്കെ ചെയ്തിരിക്കുന്ന സാധനം ഒന്നും മോളാന്ന് പറഞ്ഞോണ്ട് എനിക്ക് കയറി ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നതിനകത്ത് എനിക്കൊരു വല്ലായ്മ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യാറില്ലേ കണ്ണ് ഈ ഒരു ഭാഗം മാത്രം നോക്കി അത് ആ ലുക്സിന്റെ മാത്രമല്ല, ചില ജസ്റ്റേഴ്സ് ചില നോട്ടങ്ങൾ തലയാട്ടുന്ന ചില രീതിയൊക്കെ പക്ക. പിന്നെ ഇപ്പൊ കണ്ണ് നേരത്തെ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ മേലേക്ക് പോയില്ലേ, കറക്റ്റ് ഡിറ്റോ അങ്ങനെയൊക്കെ. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വാച്ച് ചെയ്യായിരുന്നു. നല്ല കറക്റ്റ് ഡിറ്റോ ആണ്. അതെ, കുറെ ലേറ്റ് ആയിട്ടുള്ളൂ. ഈ കുഞ്ഞ് വൈഷ്ണവിന്റെ എന്തെങ്കിലും സിനിമ മെമ്മറീസ് ഉണ്ടോ? ഏതെങ്കിലും സെറ്റിൽ പോയതോ? എനിക്ക് എന്തായിരുന്നു, സൂര്യചക്രമോ അങ്ങനെ എന്തോ ഒരു മൂവി, അത് റിലീസ് ആയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതിനകത്ത് അച്ഛന്റെ മോളായിട്ട് തന്നെ എന്തോ ചെയ്തിട്ടുണ്ട്. ഞാനത് കുറച്ചു നാൾ മുമ്പാണ് യൂട്യൂബിൽ കണ്ടത്. അതിനകത്ത് അച്ഛന്റെ കൂടെ ഒക്കെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. 2 വയസ്സോ 2.5 വയസ്സോ എന്താണെന്ന് തോന്നുന്നു അതിനകത്ത്. അങ്ങനെ അത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഏഷ്യാനെറ്റിലാണോ ഏത് ചാനലാന്ന് ഞാൻ ഓർക്കുന്നില്ല, 7 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയല്, അതിനകത്തും അച്ഛൻ്റെ ഒക്കെ സഹോദരങ്ങളുടെയൊക്കെ ചെറുപ്പകാലം കാണിക്കുന്ന കൂട്ടത്തിൽ എന്നെയും കൂടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. UKG പഠിക്കുന്നുണ്ടേ. 2 വയസ്സ് മുതലേ ഞാൻ ഈ ഫീൽഡിലുണ്ട്. സൂപ്പർ സീനിയറാ. പ്രൊഫസർ ഞാൻ പക്ഷെ ഇതെനിക്ക് അറിയില്ലായിരുന്നു. 2 വയസ്സിലാണ് ഞാനത് ഇടയ്ക്ക് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇത്ര നഗ്ന സത്യങ്ങൾ പുറത്തു വരുമ്പോ എന്താ ഫീൽ ചെയ്യുന്നേ? ഞാൻ വളരെ ഞെട്ടലാണ്. ഇതൊക്കെ എനിക്ക് ഞാൻ ആദ്യമായിട്ടാ അറിയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താ ഫീൽ ചെയ്യുന്ന വെച്ചപ്പോ കൊള്ളാം. പക്ഷെ ഒരു പാട്ടുകാരിയും കൂടിയാണ് അമ്മ. ആരോടായി പറയുന്നേ? അങ്ങനെയാണോ? ഓക്കെ, ആരോടായി പറയുന്നത്? ഗ്രേറ്റ് സിംഗർ ആണ് നമ്മുടെ സെറ്റില്. ഇത്രയും അസലായിട്ട് പാടും രാഹുൽ. എന്നാ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു പാട്ട്. ഞങ്ങൾ പ്രിപ്പയർ ചെയ്തില്ല, അത് നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. അല്ലേ, നന്നായിട്ട് പാടുവര്. റൈറ്റ്സ് അടിക്കും, കോപ്പിറൈറ്റ് അടിക്കും. ഇല്ല, അത് ഞങ്ങൾ മാനേജ് ചെയ്തു. അത് വേണ്ട, എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു. പിന്നെ നോക്കാം നമുക്ക് ബാക്കി. ആണോ? എന്നാ ഞാൻ വേറൊരു ടാസ്ക് തരാം. ടാസ്ക് എനിക്ക് ഇഷ്ടമാണ്. പണി വാങ്ങാൻ ഇഷ്ടമാണല്ലേ? ഓക്കെ, ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, അത് ആരെയാണോ ഓർമ്മ വരുന്നത് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, സെറ്റിൽ ഏറ്റവും കൂടുതൽ തമാശ അറിയുന്ന ആള്? അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് ശരിയോ? എന്തായിരിക്കും കാരണം? ഇപ്പൊ തന്നെ നമുക്ക് ഓൾറെഡി മനസ്സിലായി
പുള്ളി വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഒന്ന് ചില്ലാവുന്ന ഒരു ഓറ ഉണ്ടല്ലേ. അതുണ്ട്. ഇത് ആവശ്യമുള്ളത് മാത്രം ഇട്ടാൽ മതി കേട്ടോ. വേണം കട്ട് ചെയ്തു. ഒരു പോസിറ്റീവ് വൈബാണ് വന്നു കഴിഞ്ഞാൽ, അത് സമ്മതിക്കാതെ പറ്റില്ല. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മൾ തിങ്ക് ചെയ്യാത്ത പോലത്തെ സാധനങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചളുപിടിച്ചോളി ചിരിക്കും. പക്ഷെ അത് രസമാ. നമ്മൾ ഈ ഭയങ്കര മസിൽ പിടിച്ചിട്ട് അതായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ സ്പോട്ടിൽ അത് തിങ്ക് ചെയ്ത് എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ ഒന്ന് ഹാപ്പി ആക്കി വൈബാക്കി നിർത്താനായിട്ട് നോക്കിയാണ് പക്ക. വല്ലാത്തൊരു കഴിവ്. എങ്ങനെ സാധിക്കുന്നു? ഓക്കെ. സെറ്റിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് വരുന്ന ഒരാള്. ലേറ്റ് ആയിട്ട് അങ്ങനെ വരാറില്ല അല്ലേ? ലേറ്റ് ആയിട്ട് വന്നാൽ പിന്നെ നമുക്ക് അതിനകത്ത് അധികം വർക്ക് ചെയ്യേണ്ടി വരും. ലേറ്റ് ആയിട്ട് അങ്ങനെ ആരും വരാറില്ല. ചെറിയ ചെറിയ ടൈം വ്യത്യാസങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾക്കൊക്കെ പ്രൊഡക്ഷൻ വണ്ടി തന്നെ വിട്ട് ഞങ്ങൾ എടുക്കുകയാണല്ലോ. അപ്പൊ ആ ടൈമിൽ തന്നെ ഞങ്ങൾ എത്തും. റെഡി ആയിപ്പോ. ഏറ്റവും കൂടുതൽ സെൽഫി റീൽസ് അങ്ങനെയുള്ള പരിപാടീസ് ഒക്കെ ചെയ്യുന്നു ഷഹനാസ് ആൻഡ് ജാൻവി. സഹിക്കാൻ പറ്റൂല. അവരാണ് ഫുൾ ടൈം ഫുൾ ഫോൺ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം അവരാ. എന്റെ യൂട്യൂബ് ചാനൽ കുറച്ച് ആക്റ്റീവ് ആക്കുന്നത് അവര് തന്നെയാണ്. ഞാൻ ചിലപ്പോ ഇതൊക്കെ ഇങ്ങനെ മറന്നു പോകും. എടുക്കെന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്ന വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് അവര് തന്നെയാണ് ഹെൽപ്പ് ചെയ്യാറ്. ജാൻവിയാണ് ഫുൾ ടൈം വിശപ്പും എപ്പോഴും ഫുഡിനോട് ക്രേവിങ്സ് ഒക്കെ ഉള്ള ആള്. മന്തി, ബിരിയാണി, ഷവർമ എപ്പോഴും കുട്ടിക്ക് ഇങ്ങനെ വേണം കഴിച്ചോണ്ടിരിക്കണം. സെറ്റിലെ ഏറ്റവും വലിയ ഗോസിപ്പ് കിങ് അല്ലെങ്കിൽ ക്വീൻ? അതിപ്പോ എന്തോ അങ്ങനെയില്ല. ഗോസിപ്പ് ഒന്നും അങ്ങനെ ആരും പറയാറില്ലെന്നോ? അങ്ങനല്ല. ഇല്ല, നല്ല ആൾക്കാർ. സെറ്റിൽ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള ആള്? കിഷോറേട്ടൻ ഭയങ്കര സീരിയസ്. പക്ഷെ ആള് ചില്ലാണ്, കൂളാണ്. അത് ചില സമയത്ത് പുള്ളിക്ക് ഒരു മൂഡ് വരണം. അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മള് ചെന്ന് ചിലപ്പോ അങ്ങോട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ ലുക്കിനകത്തൊക്കെ ചിലപ്പോ മൈൻഡ് ഇവിടെ ഞങ്ങൾക്കത് ശീലമായിരുന്നു കുഴപ്പമില്ല. അല്ലാത്ത ടൈം നല്ല മൂഡിലിരിക്കുന്ന ടൈം പാട്ടും കവിതകളും ഒക്കെ പാടി അങ്ങനെ ഇരിക്കും. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തില് ഈ ആൾ ഒരു ദിവസം ഒരു ഡയറക്ടർ ആകും എന്ന് ഫീൽ ചെയ്യുന്നത്? വേദവ്യാസ്. അവൻ ഭയങ്കര സെൻസാണ്, ഭയങ്കര പാഷനേറ്റ് ആണ്. ആക്ടിങ്ങിനെ പറ്റിയിട്ടാണെങ്കിലും ക്യാമറ, ലൈറ്റ്സ്, ഡിറക്ഷൻ സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. അറിയാനും പഠിക്കാനും ഭയങ്കര ആഗ്രഹം. വേദവ്യാസ്. സെറ്റിൽ ഉറക്കം? ഷഹനാസ്. ഇതിപ്പോ അവർക്ക് അവരോട് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള റൗണ്ടായി അവരാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത്. നിങ്ങളൊക്കെ ഫുൾ ചില്ല അപ്പോ? ഉറങ്ങും. നമ്മളിപ്പോ കുറെ നേരമൊക്കെ നമ്മൾക്ക് സീൻ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മളൊന്നൊരു നാപ്പാണ് നമ്മൾ എടുക്കുന്നത്. അതല്ല, ലിറ്ററലി ഉറക്കമാണ്. നൈറ്റ് ടൈം ഒക്കെ ഉറങ്ങുന്ന പോലത്തെ ഉറക്കം. ഫോണില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരാള്? ഷഹനാസ്. ഇത് റാപ്പിഡ് ഫയർ മാറ്റിട്ട് ഷഹനാസ് ജാൻവി റൗണ്ടൊക്കെ. ഒരു സീൻ എങ്ങാനും തെറ്റിപ്പോയാല് ചിരി സഹിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? അതാ നമ്മള് നേരത്തെ പറഞ്ഞ അങ്ങനെ ചിരിയല്ല, അതിന് പകരം എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇതില്. എന്ന് വെച്ചാൽ ഇപ്പൊ പലയിടത്തും നമ്മള് അല്ലാത്തുള്ള ചില ജലസി അങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഈഗോ അങ്ങനെയുള്ള സംഭവങ്ങള് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല. എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ ഒരു സീൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊരാൾ പറഞ്ഞ ഇവനാരത് പറയാൻ ആരും വിചാരിക്കില്ല. അതെങ്ങനെ നല്ല കാര്യം അങ്ങനെ എല്ലാരും വിചാരിക്കുള്ളൂ. അംഗീകരിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ്. അല്ലാണ്ട് ഒരു കാര്യം പറയുമ്പോഴേക്കും എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചിന്തിക്കില്ല ആൾക്കാർ. അത് ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ചിരിക്കാതെ ഒന്നുമില്ല കേട്ടോ. ചിലപ്പോ നമ്മള് പറയുന്ന ഡയലോഗ് തെക്ക് വടക്കൊക്കെ പോവും. അങ്ങനെ പല മിസ്റ്റേക്സ് അത് ശരിക്കും രണ്ടുപേരും എൻജോയ് ചെയ്ത് ചിരിക്കുന്ന, അല്ലാണ്ട് അവന് തെറ്റിപ്പോയി അങ്ങനെയല്ല. സെറ്റിലെ ഫാഷൻ ഐക്കൺ? ഫാഷൻ കം ഓൺ. ഷൂ, 2 വാച്ച്, അനിയന്റെ ഷർട്ട് അല്ലേ? പറയണ്ടായിരുന്നു. ഇല്ല, ഫാഷൻ അങ്ങനെ ആരും ഇല്ല. കാരണം എല്ലാരും അവരുടേതായ ഔട്ട്ഫിറ്റിലാണല്ലോ ഫുൾ ടൈം നമ്മൾ കാണുന്നത്. ക്യാരക്ടറിന്റെ ഔട്ട്ഫിറ്റിലായിരിക്കും ഫുൾ ടൈം കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയില്ല. എങ്ങനെ ആരും ഉണ്ടെങ്കിൽ തന്നെ അത് ഞാനോ ഒത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ ചോദിക്കാം. സെറ്റിലെ എനർജി ബൂസ്റ്റർ? രാവിലെ ഉണ്ട്, വേദയുണ്ട്.
എല്ലാരും അല്ലേ എല്ലാവരും ഇരിക്കുമ്പോ മൊത്തത്തിൽ വൈബോ ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്നത് റീടേക്ക് അങ്ങനെ അധികം അതിപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ആയിരിക്കണം എന്നില്ല അങ്ങനെ അല്ല അങ്ങനെ കുറവാണ്. ഓക്കെ ഏറ്റവും ക്യൂട്ട് ജാൻവി. ഈയോടോ ഓ നിന്നെയാണോ അല്ലല്ലോ ജാൻവിയാണ് ജാൻവി, അവളാണ് ഏറ്റവും ഇളയത്. ഓക്കെ ഏറ്റവും ഈ ഡയലോഗ് മറന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ കൊറേ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഇല്ല അങ്ങനെ ഒരു ഉള്ളതല്ലേ. ആ അപ്പൊ അങ്ങനെ ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട ബൈഹാർട്ട് പഠിച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല ആക്ച്വലി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്ക്രിപ്റ്റ് ചിലപ്പോൾ തൊട്ട് മുമ്പായിരിക്കും വരുന്നത്. അപ്പൊ നമുക്കത് ബൈഹാർട്ട് ചെയ്ത് ഒക്കെ ടൈം എടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അപ്പൊ തന്നെ നമ്മൾ ഇമീഡിയറ്റ്ലി ഷൂട്ട് ചെയ്യും. അങ്ങനെ മറന്നു പോകുന്ന ഒരു സംഭവം ഇതുവരെ. ഓക്കെ സെറ്റില് ഒരു അവാർഡ് കൊടുക്കേണ്ടി വന്നാല് ആർക്ക് എന്ത് അവാർഡായിരിക്കും കൊടുക്കുന്നത്? ജാൻവിക്ക് കൊടുത്താലോ? ഫുഡ് ബ്ലോഗർ. ഫുഡ് ബ്ലോഗർ ബ്ലോഗർ ആയിട്ടുള്ള ഒരു അവാർഡ് വീണ്ടും ജാൻവി. മോഡലിംഗിന്റെ വെച്ചിട്ടാണെങ്കിൽ ഷഹനാസിന് കൊടുക്കാം. ഓക്കെ സീക്രട്ട് കീപ്പർ കോമഡി ആണെങ്കിൽ രാഹുലിന് കൊടുക്കാം. തിരിച്ചെന്തെങ്കിലും കൊടുക്കുക? എനിക്കെല്ലാം ചോദിച്ചു വാങ്ങിക്കാം. ഞാൻ ഭയങ്കര സെൽഫിഷ് ആട്ടോ, എല്ലാം അങ്ങോട്ട് ചോദിച്ചു വാങ്ങിക്കാം. ഇത് കഴിഞ്ഞു തരാം. തിരിച്ചൊരു കോംപ്ലിമെന്റ്. സീക്രട്ട് കീപ്പർ എല്ലാവരും വെക്കേണ്ടതാണെങ്കിൽ നമ്മൾ വെക്കും. റൊമാൻറ്റിക് എല്ലാം എന്നെ ഫോക്കസ് ചെയ്താണോ ക്വസ്റ്റ്യൻസ് ഒക്കെ? അങ്ങനെ ആരും ഇല്ല. റൊമാൻറ്റിക് സെറ്റിൽ വന്നിട്ട് റൊമാൻസ് കാണിക്കാൻ പറ്റില്ലല്ലോ. പണി പോവും. അതുകൊണ്ട് സെറ്റിലാരും റൊമാൻറ്റിക് ഒന്നും അല്ല. എന്നാലും സെറ്റിൽ റൊമാൻസ് കാണിക്കാൻ പറ്റില്ലല്ലോ. അബിയെ വേണമെങ്കിൽ പറയാം. വേറെ അർത്ഥത്തിലല്ലോ. അവന്റെ പേര് അവന്റെ മുടി അവന്റെ സ്റ്റൈൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അബി വേണമെങ്കിൽ പറയാം. ക്യൂട്ട് ഒരു റൊമാൻറ്റിക് പയ്യൻ എന്നുള്ള രീതിയിൽ. ലുക്ക് വൈസ്. സെറ്റിലെ ഗൂഗിൾ, അതായത് ഇയാളുടെ അടുത്ത് എന്ത് ചോദിച്ചാലും ആൻസർ ഉണ്ട്. മസ്താനി പ്ലീസ്. ഇല്ല അത് വേണമെങ്കിൽ ഒന്ന് പോയാ ചുമ്മാ ഇരിക്കുക. അത് വേണമെങ്കിൽ ജാൻവിയുടെ പേര് പറയണം. എന്താ ഇല്ല എന്താ സംഭവം എന്നറിയോ, ഈ ഫോൺ ഇങ്ങനെ വെച്ചേക്കാം. ഇപ്പൊ ഗൂഗിൾ അവളെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വാക്ക് പറഞ്ഞ അപ്പൊ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യില്ല. അവക്കത് എന്താണ് എന്നാ മിക്കതിനെ പറ്റി ഒരു അറിവില്ല. അങ്ങനെ വേണമെങ്കിൽ ഗൂഗിളായിട്ട് കണക്ട് ചെയ്ത് പോവാം. ഓക്കെ നിങ്ങള് ഇപ്പൊ ഒരു ദ്വീപില് കുടുങ്ങിന്ന് വിചാരിക്കേ, അങ്ങനെയാണെങ്കിൽ സെറ്റ് ചെയ്യുന്ന ആരെ വിളിക്കും ഒരു കമ്പനിക്ക്? വേദ, ഷഹനാസ്, ജാൻവി, കെച്ചു, നികിത. അല്ല ഒരാള്. അങ്ങനെയില്ല, നമ്മളെല്ലാം ഗ്രൂപ്പ് ഒരാളെ ചൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ചിലപ്പോ വേദ വിളിക്കും. ഓക്കെ ഞാനും ആദ്യം വേദയുടെ പേര് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ്, ഈ ആളെ എല്ലാവരുടെയും ഫേവറേറ്റാ. അങ്ങനെ ഞാൻ പോവാ തന്നെ പറയണോ? ഞങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ല. അല്ല അങ്ങനെയല്ല, എല്ലാരും നമ്മള് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ എല്ലാരും അല്ലാണ്ട് ഈ ഒരാൾ മാത്രം അങ്ങനെ. പിന്നെ ആരുടെ മനസ്സിൽ നമുക്ക് എങ്ങനെയാ എന്താന്നും നമുക്കറിയില്ലല്ലോ. മൊത്തത്തിൽ എവിടെയാ കുത്തി പറയുന്നത്? ചെറിയൊരു ഇഷ്ടം എന്നോട് എല്ലാവർക്കും കൂടുതലുണ്ടെങ്കിലും എല്ലാവരും അങ്ങനെ ഒരുപോലെ അങ്ങനെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഇതിനൊന്നും വയ്യ പറയാം. വൺ ടേക്ക് ആർട്ടിസ്റ്റ്, സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ്. കിഷോറേട്ടൻ. പോടാന്ന് പറഞ്ഞ ശരി, തൽക്കാലം ക്വസ്റ്റ്യൻസ് അയക്കാനാണ് ഇത്ര ലേറ്റ് ആയി വന്നത്. ഇവിടെ അയച്ചതാണെന്നല്ല ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.